ഹലോ. അങ്ങനെ നോമ്പ് 5 ആയല്ലേ. അപ്പോൾ ഇന്ന് കുറച്ചധികം നേരം ഞാൻ നന്നാവലിൻ്റെ പാതയിലായിരുന്നു. ഇന്ന് മാത്രമല്ല, എല്ലാ വർഷവും നോമ്പിന് പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളിൽ ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇഫ്താറിൻ്റെ പരിപാടികളെല്ലാം നോക്കണം. അപ്പോൾ ഇന്നത്തെ മെയിൻ ഷെഫ് ഞാനല്ല, എൻ്റെ കെട്ടിയോനാണ്. പുള്ളിക്കാരനൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മോശമാകാൻ പാടില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാനും ഉണ്ടാക്കി കുറച്ച് കഞ്ഞി, പിന്നെ സ്നാക്സും. ഒന്നല്ല 2 സ്നാക്സ്. അപ്പോൾ ഇന്ന് കിച്ചണിൽ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ അറബിയുടെ വീട്ടിൽ നിന്നുള്ള ഫുഡും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബിരിയാണിയുടെ പരിപാടികൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ ഹെൽപ്പറായിരുന്ന എൻ്റെ മോൻ ഇന്ന് ടീം മാറി എൻ്റെ കെട്ടിയോൻ്റെ ഹെൽപ്പറായിട്ടുണ്ട്. മോൻ മാത്രമല്ല, ഒരാളും കൂടിയുണ്ട്. അവനവിടെ ക്യാരറ്റ് കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ ക്യാരറ്റ് കഴിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ ബിരിയാണി പരിപാടികൾ അവിടെ നടക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ സ്നാക്സിൻ്റെ പരിപാടികളും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബ്രെഡ്, സവാള, പച്ചമുളക്, മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്രെഡിൽ ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പരിപാടി ആയപ്പോൾ എൻ്റെ ഹെൽപ്പർ വീണ്ടും എൻ്റെ ടീമിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവനിത് നല്ല ഇഷ്ടമാണ്. എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ അടുപ്പ് മുഴുവൻ എൻ്റെ കെട്ടിയവൻ കൈയടക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പിൽ അടുത്ത ഏലാഞ്ചിക്കുള്ള തേങ്ങയും തിരികെ അതിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ പരിപാടി കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ബിരിയാണി ഏകദേശം ഇവിടെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഇനി ദമ്മിടൽ കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കെട്ടിയോൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഏലാഞ്ചിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും കൂടി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും ജീരകവും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിന് വേണ്ടിയിട്ടുള്ള ഏലാഞ്ചി ചുട്ടെടുക്കലാണ്. ഇനി നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്സ് ഇതിനകത്ത് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏലാഞ്ചി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നോമ്പ് മുറിപ്പിനുള്ള സ്നാക്സും ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഫ്രൂട്ട്സും ജ്യൂസും ആണ്. അപ്പോൾ ഞാനിവിടെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് മോൻ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പരിപാടികളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അറബി വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടികളിൽ ഇനി ബാക്കിയുണ്ടായിരുന്നത് ജ്യൂസായിരുന്നു. അപ്പോൾ ഇന്ന് മുസംബി ജ്യൂസാണ്. അങ്ങനെ അതിനുള്ള സംഭവങ്ങളും കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസും കൂടെ റെഡിയായി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അനിയൻ ഇതെല്ലാം ഓപ്പൺ ആക്കി വെക്കുന്നുണ്ടായിരുന്നു. ഞാനിതിൽ ലുക്കൈമത്ത് നോക്കി നിന്നതായിരുന്നു. പക്ഷേ ഇന്ന് ലുക്കൈമത്ത് ഇല്ലായിരുന്നു. സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെയായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നത്. ലുക്കൈമത്തിന് പകരം ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. പേരറിയത്തില്ല, പക്ഷേ ടേസ്റ്റ് ഏകദേശം സെയിം ആയിരുന്നു. പിന്നെ ബലാലിയത്ത് ഉണ്ടായിരുന്നു, കുറച്ച് പിസ്സ ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഏലാഞ്ചിയും പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ജ്യൂസും ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാങ്ക് കേട്ടു. അപ്പോൾ ഇന്ന് നേരത്തെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് തന്നെ നോമ്പ് മുറിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത ഫുഡ്. അപ്പോൾ ഇത് മാത്രമല്ല, അവിടെ നിന്ന് കുറച്ച് ഷോർബയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രയർ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കഴിക്കൽ. അപ്പോൾ ഇവിടെ കുറച്ച് കഞ്ഞിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സാധാരണ വെള്ളക്കഞ്ഞിയാണേ. പിന്നെ ബിരിയാണിയും കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് കഞ്ഞിയും ഷോർബയും കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് അടുത്തത് കഴിക്കൽ. അങ്ങനെ ഇന്ന് ബിരിയാണി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ല. അതുകൊണ്ട് കാര്യമായിട്ട് ബിരിയാണി എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ബിരിയാണി ചെമ്മെന്ന് ഒരു ലെഗ് പീസ് തപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയും കുറച്ച് നാരങ്ങാച്ചാറും കുറച്ച് സാലഡും 2 പപ്പടവും കൂടി കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഇഫ്താർ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താർ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്